ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, എന്നാലും കുറേ സ്ട്രോബെറീസ് കിട്ടിയിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു മേക്ക് സ്ട്രോബെറി ജാം. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ട്രൈ മേക്കിംഗ് സ്ട്രോബെറി ജാം. ഓക്കെ, കാണാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു മിക്സിയിലേക്ക് ഈ സ്ട്രോബെറീസൊക്കെ, അതിൻ്റെ ലീവ്സൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്, കഴുകിയെടുത്തതാണ്. ലീവ്സൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, സോ നമ്മൾ സ്ട്രോബെറീസൊക്കെ മിക്സിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള സ്ട്രോബെറിയുടെ പൾപ്പ് ആഡ് ചെയ്യുകയാണ്. സ്ട്രോബെറി ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിനി ഇതിന് വേണ്ടിയിട്ട് ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ ഒരു ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യും, ഓറഞ്ച് റെഡ് ഫുഡ് കളർ. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഞാൻ ഈ പഞ്ചസാര എടുത്ത് വെച്ചത് 1 ഗ്ലാസ് പഞ്ചസാരയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ലോണം ഇളക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള 3 ഏലക്ക ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അതൊരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പീസ് ഞാനൊരു ലൈം ജസ്റ്റ് ഇതിലിപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക്. വളരെ 1/4 നാരങ്ങ വരുള്ളൂ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഷുഗർ സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഒരു 1/2 ടീസ്പൂണാണ് ഉണ്ടാവുക. അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ ഇതും കൂടെ ആഡ് ചെയ്യുവാണ്. നമ്മളിത് അരിച്ച് ചേർക്കുന്നൊന്നുമില്ല, ബിക്കോസ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കാൻ പോവാണ്.
നമ്മളിങ്ങനെ ഇത് കുറുക്കിയെടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കണം. പാത്രം തന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ നല്ലത്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 1½ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു 3-4 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് മിക്സ് ചെയ്യും. കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വാട്ടറിൽ ഒരു 1½ ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് എത്രത്തോളം, അതായത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന കൺസിസ്റ്റൻസിയേക്കാളും കുറച്ചുകൂടെ സെറ്റായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പം നല്ലോണം ഇടവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ജാം നല്ല പെട്ടെന്ന് തിക്കായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കഴിയുന്നതും നോൺ സ്റ്റിക്ക് പാത്രം തന്നെ യൂസ് ചെയ്യുക. വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു തിക്കിലെ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ജാം ഇവിടെ പക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് എല്ലാ ജാംസും ഉണ്ടാക്കാം കേട്ടോ. അതായത് നമുക്ക് ഏത് ജാംസും ഇതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കാം. ചിലർ ഇത് അരിച്ചെടുക്കുന്നതൊക്കെ കാണാം, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. എസ്പെഷ്യലി സ്ട്രോബെറി നമുക്കതുപോലെ തന്നെ ചെയ്യാം. നല്ലോണം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണമെന്ന് മാത്രം കേട്ടോ. നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഫ്രണ്ട്സ്.